പശ്ചിമേഷ്യൻ സംഘർഷം മറയാക്കി അമേരിക്കയിൽ നിന്ന് അനധികൃതമായി ഇലക്ട്രോണിക് മാലിന്യം തായ്ലാന്റിലേക്ക് കടത്താൻ ശ്രമം നടത്തിയതായി വിവരം. എന്നാൽ ശ്രമം പാതി വഴിയിൽ എത്തും മുൻപേ തന്നെ പരാജയപ്പെട്ടു എന്നതാണ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഏകദേശം 284 ടൺ ഭാരം വരുന്ന ചരക്കുകളാണ് ലാം ചാബാങ് തുറമുഖത്ത് വെച്ച് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ അനധികൃതമായി തന്നെ ഇറക്കുമതി ചെയ്ത ഇലക്ട്രോണിക് മാലിന്യത്തിന്റെ ആ ഒരു വലിയ ശേഖരം അത് പിടിച്ചെടുത്തതിനെ തുടർന്നുകൊണ്ട് തായ്ലാന്റ് അമേരിക്കയിലേക്ക് തന്നെ ഇത് തിരിച്ചയക്കാൻ ഒരുങ്ങുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് അനധികൃതമായി തന്നെ ഇലക്ട്രോണിക് മാലിന്യം തായ്ലാന്റിൽ എത്തിക്കാനാണ് ശ്രമം നടത്തിയത്. ലാം ചബാങ് തുറമുഖത്തു നിന്നാണ് ഇവ പിടിച്ചെടുത്തത്. പ്രത്യേക അന്വേഷണ വകുപ്പ്, അതേപോലെ കസ്റ്റംസ് അധികൃതർ, മലിനീകരണ നിയന്ത്രണ വകുപ്പ് എന്നിവയിലെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയെ തുടർന്നുകൊണ്ടാണ് ഏകദേശം 284 ടൺ ഭാരമുള്ള ചരക്ക് കണ്ടുകെട്ടിയിരിക്കുന്നത്. ഏകദേശം 2,85,000 കിലോഗ്രാം ഈ മാലിന്യങ്ങൾ വഹിച്ചുകൊണ്ടായിരുന്നു 12 ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ ഈ ഓപ്പറേഷനിലൂടെ തന്നെ പിടിച്ചെടുക്കാൻ സാധിച്ചതായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അവ US-ലേക്ക് തന്നെ തിരിച്ചയക്കുമെന്നും ഇവിടെ വ്യക്തമായി ഒരു സ്ഥിരീകരണം നടത്തിയിരിക്കുകയാണ്. കർശനമായ അന്വേഷണത്തെ തുടർന്നുകൊണ്ടാണ് കള്ളക്കടത്ത് രീതിയിൽ അവിടെ കണ്ടെത്തിയെന്ന കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ ജനറൽ ഇവിടെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അപകടകരമായ ഇലക്ട്രോണിക് മാലിന്യം അവിടെ വലിയ രീതിയിൽ അവിടെ നിന്നും സ്ക്രാപ്പ് മെറ്റൽ ആണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ലേബൽ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ കടത്താൻ ശ്രമിച്ചിരിക്കുന്നത്. 100% അന്താരാഷ്ട്ര പ്രോട്ടോകോളുകൾ പാലിക്കുന്നതിനായി തന്നെ കൂടുതൽ പരിസ്ഥിതി മാലിന്യങ്ങൾ തള്ളുന്നത് അത് തടയുന്നതിനായി തന്നെ തായ് ഉദ്യോഗസ്ഥർ നിലവിൽ അവിടെ ഗതാഗതത്തിനുള്ള 714 അധിക കണ്ടെയ്നറുകൾ ട്രാക്ക് ചെയ്യാൻ ഇവിടെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ലാം ചബാങ് തുറമുഖത്ത് നടത്തിയ പരിശോധനയിൽ അവിടെ സ്റ്റേറ്റ്മെന്റും അപകടകരമായ ഉള്ളടക്കങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. ബാസൽ ആക്ഷൻ നെറ്റ്വർക്കിൽ നിന്നുള്ള ഇന്റലിജൻസ് മുന്നറിയിപ്പിനെ അതിനെ തുടർന്നുകൊണ്ടാണ് ഈ ആക്ഷൻ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രോസസ് ചെയ്ത പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് സ്ക്രാപ്പ് ഉണ്ടെന്നും ഇതിൽ സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. മാലിന്യ കയറ്റുമതിയെക്കുറിച്ചുള്ള ബാസൽ കൺവെൻഷന്റെ നേരിട്ടുള്ള ലംഘനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്, അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നതാണ് വ്യക്തമാക്കുന്നത്. അതേസമയം ഇറാനെതിരെ ഇസ്രയേലും അമേരിക്കയും നടത്തുന്ന യുദ്ധം ഉടൻ ഒന്നും തന്നെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യം. യുദ്ധം അത് ചർച്ചയിലൂടെ സമവായത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നതിനിടയിലാണ് വീണ്ടും ഇറാന്റെ മേൽ കൂടുതൽ പ്രഹരമേൽപ്പിക്കാനുള്ള നടപടിയുമായി തന്നെ ഇസ്രയേൽ മുന്നോട്ട് പോകുന്നത്. 3 ആഴ്ച കൂടെ തന്നെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടക്കുന്നത്. ഇറാന്റെ പ്രതിരോധ വ്യവസായത്തെ അത് വ്യവസ്ഥാപിതമായി തന്നെ നശിപ്പിക്കാനാണ് ഇസ്രയേലിന്റെ സൈന്യം തയ്യാറെടുക്കുന്നത്. ഇറാന്റെ സൈനിക കേന്ദ്രം തകർക്കാൻ മാത്രമേ പൂർണ്ണമായും ഈ യുദ്ധത്തിന് അവിടെ അതായത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ഇതിനൊരു പരിസമാപ്തി കുറിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് വാസ്തവം. അതിനുള്ള ആസൂത്രണമാണ് അണിയറയിൽ ഇപ്പോൾ പൂർത്തിയാകുന്നത്. ഇറാനെതിരെ അമേരിക്കയുമായുള്ള സംയുക്ത യുദ്ധത്തിൽ ഇസ്രയേൽ പ്രതിരോധ സേനയുടെ പ്രചരണ പദ്ധതി പ്രകാരം തന്നെ പുരോഗമിക്കുകയാണ് എന്നും തുടക്കത്തിൽ പ്രതീക്ഷിച്ചതിലും വേഗത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് എന്നതാണ് സൈനിക ഉദ്യോഗസ്ഥരടക്കം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.